ഹലോ അസ്സാം വലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം. നിങ്ങൾ റെഡിയാണോ? ഇന്നാ നമ്മളും റെഡിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാക്കണേ മസാല ദോശ ചുട്ടിഞ്ഞല്ലോ മിഞ്ഞാന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിനി. അതേപോലെ തന്നെ കുറച്ച് ചട്ടിനി ബാക്കി ഉണ്ടായിനി. അതൊക്കെ നമ്മൾ വേഗം എന്താട്ടിന്നറിയാം പിടിച്ചിക്കണ്ട് കയറ്റി പിറ്റേന്ന് നല്ല സുഖേനി കേട്ടോ. രാവിലെ നീച്ചപ്പോൾ നമുക്ക് എന്താ ചായക്ക് കടി ഉണ്ടാക്കാൻ നമുക്ക് വേഗം ഉണ്ടാക്കാം. അരി അരക്കണ്ട, അരച്ച് വെച്ച തന്നെ ഉണ്ടായിനി. പിന്നെ ചട്ടിനി ഉണ്ടാക്കണ്ട, അതും ഉണ്ടായിനി കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ചായ കുടിച്ചാൽ വേണ്ടി വന്നിക്കണേ. അപ്പോൾ ഓർക്ക് ഞാൻ ചായ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ചൂടാറാൻ വേണ്ടി കുറച്ച് ചായ പാത്രത്തിൽ പാർന്ന് വെച്ചീനി. പിന്നെ നമുക്ക് ടാങ്ക് ഒന്ന് നിറച്ചേക്കണം. കറണ്ട് എപ്പോഴാണ് പോകുക എന്നറിയില്ലല്ലോ. അങ്ങനെ മോട്ടറൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അയലോകത്തു നിന്ന് ഒരു ചക്കക്കണ്ടം കിട്ടിയിരിക്കണം കേട്ടോ. ഇത് വെള്ളമൊന്നും കുടിച്ചാൽ നല്ല സൂപ്പർ ചക്കയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താട്ടാ ചക്ക കൂട്ടാനും വെക്കണം. മീനൊന്ന് പൊരിച്ച് എടുക്കുക. അതിന് കുറച്ച് അയിലുണ്ട്. അപ്പോൾ ആ അയില മീനൊന്ന് നന്നാക്കി എടുക്കണം. ആ അയില മീൻ നന്നാക്കാൻ പോകുമ്പോഴത്തിന് ഒരു 400 അരി അല്ല 200 അരി നമുക്ക് കുക്കറിലിട്ടിട്ട് നമുക്ക് മീൻ നന്നാക്കാൻ പോകാം. മീൻ നന്നാക്കി വരുമ്പോഴത്തിന് ആ ചോറാണ് വെന്തും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാക്കണേ മീൻ നന്നാക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കണേ. ഞാൻ നമ്മളെ തങ്കുപൂച്ചനെയും കുട്ടികളെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ചപ്പോത്തിന് വന്നിട്ടോ മക്കൾ. അപ്പോൾ അതാക്കണേ. അപ്പോൾ നമ്മൾ നന്നാക്കി ഇട്ട നമ്മളെ ഏളയും പൂവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്താട്ടിന്നറിയാം നമ്മളെ പൂച്ചക്കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തിന്നാൻ വേണ്ടി വന്നിക്കണം കേട്ടോ. തള്ളനെ കാണാനല്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. 30 എങ്ങോട്ടാ പോയതെന്നറിയില്ല. ഇത് രണ്ടും കുട്ടികൾ തന്നെയാണ്. ആ ചോപ്പുണ്ടല്ലോ, ആ ഓറഞ്ച് കളറ്, അത് വലിയ കുട്ടിയാണ് കേട്ടോ. അത് ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുട്ടിയാണ്. ഇത് ഇപ്പം പ്രസവിച്ച കുട്ടിയാണ് കേട്ടോ. ഒരു 4-5 കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഒക്കത്തിനെയും എന്താ തിന്നണേ നമുക്ക് പറയാൻ കൂടിയാടില്ല മക്കളെ. വരുമ്പം പിന്നെ ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എന്താ പിടിച്ചണത്, നായ്ക്കളാണോ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കൂടിയാടില്ല. ഏതായാലും ഇവർ രണ്ടാളെ ഇപ്പോൾ ബാക്കിയുള്ളൂ കേട്ടോ. തള്ളനെ കാണാനുമില്ല, എങ്ങോട്ടേ പോയതെന്ന് അമ്മക്കറിയില്ല. അങ്ങനെ ഇതാക്കണ ഈ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഇവലുണ്ടായോടെ നല്ല സുഖാട്ടോ. ഈ ഏളയും ബുക്കൊക്കെ ഓലിക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് കൊണ്ടേ ചിന്താനും കൂടി ഒരു സ്ഥലമില്ലാത്ത മാതിരിയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ വെള്ളം പിന്നെ ആ മൂലക്കൊക്കെ ചിന്തു കേട്ടോ, മീനിൻ്റെ വെള്ളം. അപ്പോൾ അങ്ങനെ ഇതാക്കണ മീനൊക്കെ ഒന്ന് കേകി വരിഞ്ഞെടുത്തുക്കണം കേട്ടോ. എന്നിട്ട് കേകികാണ്ട് വരിഞ്ഞെടുത്തുക്കല്ല, വരിഞ്ഞുകാണ്ട് കേകി എടുത്തുക്കണം കേട്ടോ. മാറിപ്പോയതാണ്. ആദ്യം വരിഞ്ഞു എന്നിട്ടാണ് കേട്ടോ കേകിക്കണത്. അങ്ങനെ മീനൊക്കെ ഒരു 3-4 വട്ടം കഴുകി നമ്മൾ എടുത്തുക്കണേ. ഇനി നമുക്ക് ഔത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്താട്ടണം, നമ്മളെ ഉപ്പും മുളകൊക്കെ ഒന്ന് തേച്ച് വെക്കണം. ചക്ക ഒന്ന് നന്നാക്കണം, കൂട്ടാൻ വെക്കണം. അതൊക്കെ പണിയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ മീനൊക്കെ നന്നാക്കി നമ്മൾ അകത്തേക്കാണ് പോയിക്കണം. ഇനി ബാക്കിയുള്ള പണി നമുക്ക് അടുക്കളയിൽ. അപ്പോൾ ഇതാക്കണേ ആ മീനിക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും പെരിഞ്ചീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിസ്സാക്കി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉപ്പും മുളകും പൊടിച്ചാണ്ടല്ലോ മീനൊരു പ്രത്യേക രസമാണ് കേട്ടോ പൊരിച്ചാൽ. അതും നമ്മൾ ചോറ് വെച്ചണ നേരത്ത് പൊരിച്ചണം. നല്ല ചൂട് കൊടുക്കുക, അങ്ങനെ തിന്നണം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പം ഒരു ചക്കക്കണ്ടുള്ളൂ. അപ്പോൾ നമ്മളെ മൂത്തച്ചി താത്താക്ക് ഒരു കണ്ടം കൊടുക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കൂട്ടാൻ വെച്ചിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്താട്ടി ഇതൊരു മുറിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ താത്താക്ക് ഞാൻ ആദ്യം വന്നൊരു ചെറിയൊരു കണ്ടം കൊടുത്താൽ ആ താത്തയും തന്നെ ഇപ്പം ഞാനൊരു കുട്ടിയും കോലും കൊടുക്കണം, നന്നാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ പിന്നെ അത് വേണ്ട, വെച്ചിട്ടാണ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും നമ്മളെ വെട്ടത്തിയോണ്ട് തന്നെ അതിൻ്റെ മൂക്കൊന്ന് ചെത്താൻ നോക്കി കേട്ടോ നമ്മളെ ചക്കൻ്റെ. അപ്പോൾ എങ്ങനെയായാലും കജ്ജണില്ല. അപ്പോൾ ഞാൻ ചെറുത്തിയും കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്താട്ടാ അതിൻ്റെ മൂക്കൊന്ന് ചെത്തിയിടണം. അപ്പം മുറവും ഇതൊന്നും ഇല്ലാതെ നമ്മൾ കുത്തിർന്നീനിയത്. പിന്നെയാണ് മനസ്സിലായത് ഇനിയിപ്പോൾ ഇതിൻ്റെ മടലും ചൗണിയൊക്കെ ഇടുക. അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ മുറടക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പിന്നെ കജിമ കുറച്ച് മേക്കാക്കും വേണ്ടിന് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചക്കയും തന്നെ ചിലപ്പം ചുള ഇരിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താട്ടിട്ടറിയാം അതിൻ്റെ മടലുണ്ടല്ലോ, അതിൻ്റെ ആ മടലിൻ്റെ ആ മുള്ള് ഭാഗം ചെത്തിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കൊത്തി എറിഞ്ഞ് എടുത്താൽ മതി കേട്ടോ. പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ വെച്ചിനിയത് ചക്കയൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ചക്കക്ക്. അപ്പോൾ ചക്കക്ക് ചുള കമ്മിയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പോലും കാട്ടിനത് ഇവിടെ അമ്മ അങ്ങനെ പറയലുണ്ട് കേട്ടോ.
ഇങ്ങനെ കാട്ടിനിയത് ഇങ്ങനെ മടലൊക്കെ എടുത്ത് വെച്ചാൽ നല്ല രസമാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ വെക്കലുണ്ടായി കേട്ടോ. അങ്ങനെ ഇതാക്കണ് ആ മുള്ളു ഭാഗമൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇനി വേഗം എന്താട്ടാ അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് എന്താട്ടണം എന്നറിയാം, മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം മീൻ പൊരിച്ചാൽ വേണ്ടി ചട്ടി ഒന്ന് ചൂടായിട്ട് കുറച്ച് ഓയിൽ പാർന്ന് കൊടുത്തിക്കണേ. ഇനി ആ ചട്ടി ചൂടായി, ഓയിലും ചൂടായി, നമ്മൾ മീനുണ്ടല്ലോ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാം, ചക്ക അരിയുമ്പോഴത്തേന് മീനും ഉണ്ടായിക്കോളുമല്ലോ. അങ്ങനെ അപ്പോൾ ഉപ്പും മുളകൊക്കെ പൊടിച്ചിങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ ചോറ് വെച്ചാൽ നേരത്താണ് മീൻ പൊരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇച്ച് വേഗം പണി ഒരുക്കണ്ടീനി, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേഗം മീൻ പൊരിച്ചത്. അങ്ങനെ ഇതാക്കണേ, മീനൊക്കെ അടുപ്പത്തിട്ടിട്ട് നമ്മൾ വേഗം ചക്ക ചെത്താൻ വേണ്ടി അരിയാൻ വേണ്ടി ഇറങ്ങിക്കണേ. അപ്പോൾ ഇതാക്കണേ ഒരു കണ്ടം ചക്ക നമ്മൾ തൊള്ളേക്ക് ഇട്ടിക്കണം കേട്ടോ. ചക്ക അരിയലും ഓരോന്നിങ്ങനെ തിന്നലും അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. അത് എന്തായാലും വേണ്ടില്ല, അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. ചക്കയാണെങ്കിലും പൂളയാണെങ്കിലും കറൂത്തിയാണെങ്കിലും ഒക്കെ ഓരോ കഷ്ണം ഇങ്ങനെ അരിയുമ്പോൾ ഇങ്ങനെ തൊള്ളേക്കിട്ട് തിന്നാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. പച്ചച്ചക്ക എന്ന് പറയുമ്പോൾ അതിലേറെ രസമാണ്, കാരണം ഇത് വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചക്കൻ്റെ കുരു തന്നെ ഓരോന്നും ഈ രണ്ടെണ്ണമൊക്കെ അതിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും ചക്ക നന്നാക്കുമ്പം ആ ചക്കൻ്റെ ഒരു കുട്ടികളെയെങ്കിലും നമ്മൾ ഒപ്പം പറഞ്ഞേക്കാഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ ഞമ്മക്കുണ്ടല്ലോ നമ്മളെ കുട്ടികൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ, നമ്മളെങ്ങോട്ടേലും പോകുമ്പോൾ നമ്മളെ കുട്ടികളൊപ്പമല്ല നമുക്കൊരു പൊറുതിയേടല്ലേ എന്ന് പറഞ്ഞ മാതിരി ചക്ക പോകുമ്പോൾ ചക്കൻ്റെ കുട്ടികളെയും കൊണ്ടാക്കാൻ ചക്കൊരു പൊറുതിയേടല്ലേ ഈ കാരണം. അപ്പം എന്നാൽ പിന്നെ ആ പൊറുതിയേട് വേണ്ട. അപ്പം അങ്ങനെ ഞാൻ ചക്കക്കൂരും തന്നെ ഒരു 3-4 ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചക്കക്കൂരും തന്നെ കൂട്ടാൻ തിന്നുമ്പോഴല്ല കേട്ടോ രസം തിന്നാൻ. കൂട്ടാനൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ തോലൊളിച്ച് തിന്നണം, അതാണ് കേട്ടോ രസം. കണ്ടമാനം തിന്നാതൊക്കെ കേട്ടോ നല്ലത് ചക്കക്കൂരും. എന്താണെന്നിപ്പോൾ നമ്മൾ പറയണ്ടല്ലോ. അങ്ങനെ നോക്കണേ. പിന്നെ ഞാൻ ചക്കയൊക്കെ വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങനെ അരിയുന്നുണ്ട്. പക്ഷേങ്കിൽ നടക്കണം കീറിയിട്ട് അങ്ങനെ ചീന്തിടണം കേട്ടോ. അത് അരിയലൊന്നുമില്ല, മൂക്കും ചെത്തും അതിൻ്റെ മറ്റേ ഭാഗവും ചെത്തും, അടിയും മുകളും ചെത്തിയിട്ട് അത് ചീന്തിയാണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വേവിച്ചാലേ അല്ലേ, അപ്പോൾ പിന്നെ അരിയണമെന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമെന്ന് ചക്ക കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അങ്ങനെ അതാക്കണേ, നമ്മൾ ചക്കയൊക്കെ അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഉണ്ടാകുമെന്നറിയാം, എന്നാലും നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ടും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ലൈക്കൊക്കെ കണ്ടെങ്കിൽ ഇനിയും വീഡിയോ ഒക്കെ ഇടാനുള്ളൊരു മനസ്സിക്കൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഇങ്ങനെ കുറയുമ്പോൾ നമുക്ക് മനസ്സിക്കൊരു ഇടങ്ങേറല്ലേ കാരണം. എത്താപ്പം ഞാൻ ഇതിങ്ങനെ എന്നും വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ എന്നും ഇല്ലതിപ്പോൾ ഒന്നരാടാക്കിക്കണം കേട്ടോ. ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. ഈ ആരും ലൈക്കും തരുന്നില്ല, ഒരു കമൻറ്റും തരുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ അപ്പം അങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഇച്ചെന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നൂലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ ഓരോ ലൈക്കും പിന്നെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഇച്ചും തന്നെ മനസ്സിക്ക് ഒരു സന്തോഷമായി. കാരണം ഇത്രയും കമൻറ്റ് കിട്ടിയല്ലോ, ഇത്രയും ലൈക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ സബ്സ്ക്രൈബ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്നും വീഡിയോ ഇട്ടേന്ന് വിചാരിച്ചിട്ടില്ല, ആ ഒരു മനസ്സ് ഇച്ചും ഉണ്ടാകും, അതാട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെ അതാക്കണേ, ഞാൻ ചക്കയൊക്കെ കുക്കറിലിട്ട് പിന്നെ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അടി പിടിച്ചാലോ, മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് കേട്ടോ ഇന്നിട്ട് കൊടുത്തിരിക്കണത്. ഇന്നാൾ പച്ചമുളക് ഇട്ട് വെച്ചു, അപ്പം അതിലേറെ രസം തോന്നിയത് ഇങ്ങനെ മുളകും പൊടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടാണ് ഇന്ന് വെക്കണത്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ ഗ്യാസുമ്മ കണക്കായിട്ടാം 2-3 വിസിൽ വന്നിട്ട് നമുക്ക് എന്താട്ടാ എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വന്നോളും. അപ്പം ഇനി നമുക്ക് വീതനമല്ല പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അങ്ങനെ ചക്ക അവിടെ കടന്ന് വേഗട്ടെ. മീനാക്കണ് പൊരിഞ്ഞ് വന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. മറിച്ചിടുന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ചോറും വെന്തിക്കണ്, അതും മൂടി വെച്ചിക്കണം. പിന്നെ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചാറ് ഇപ്പം ഇന്ന് ഉണ്ടാക്കണില്ല കേട്ടോ. ഈ ചക്ക കൂട്ടാനും കൂട്ടി തിന്നാന്നപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കണത്. അപ്പോൾ അതിക്ക് ഇതാക്കണ കുറച്ച് നല്ലീരകവും ഒരു 2 പോണ ജീരുള്ളി എടുത്തിക്കണം കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർക്കലില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും നല്ലീരകവും ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ടിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം ചക്കിക്കൊക്കെ ഇങ്ങനെ തേങ്ങ നല്ലോണം അരയരുത്, ഇങ്ങനെ കുറച്ചിങ്ങനെ കടിച്ചാൽ കിട്ടുമ്പോൾ പ്രത്യേക രസമാണ് കേട്ടോ. അപ്പം തേങ്ങ ചിരണ്ടി പോയി 2 ചിരട്ടപ്പൊട്ടുണ്ടായിനും അതൊക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ തേങ്ങയും തന്നെ ഒന്നും കൂടി ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ ഇതിന് ഇതാക്കണേ നമ്മളെ ചക്കയൊക്കെ ഒന്ന് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് കുത്തി ഉടക്കണം.
ഇങ്ങനെ കുത്തി ഉടച്ചെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ തൃപ്പതില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ചക്കയൊക്കെ ഇതാക്കണേ ഒന്ന് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചിട്ട് നമ്മളെ ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതായിക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ആ നല്ലീരകത്തിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുകും കരിയേപ്പും ഇട്ടിട്ട് തൂമിച്ചാട്ടോ. അപ്പോൾ നമ്മളെ ചക്കക്കൂട്ടാൻ അവിടെ കടന്ന് തിളച്ച് ഉസാറായി നമ്മളെ നല്ലീരകത്തിൻ്റെ ഒക്കെ ആ കുത്തലൊക്കെ ഉണ്ടല്ലോ, പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് എന്താട്ടണം, ചട്ടി വേറെ വെച്ചിട്ട് അതിക്ക് ലേസം വെളിച്ചെണ്ണ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ പാരുമ്പം നോക്കി പാർന്നോളണ്ടി. കജ്ജിനൊക്കെ ഒരു വിറയലുണ്ടാവും. കാരണം തേങ്ങ ഇടുമ്പോഴും വെളിച്ചെണ്ണ വരുമ്പോഴൊക്കെ കജ്ജിനൊരു വിറയല. കാരണം മക്കളെ പുടുത്തം വിട്ട വേലയാണ് കേട്ടോ. അപ്പോൾ പാകത്തിനൊക്കെ കണ്ടൊക്കെ പാരുക. അപ്പം ഞാനിതാക്കണേ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, ഇഞ്ച കജ്ജും പറിച്ചിക്കണം. പിന്നെ കടുകിട്ടു കരിയേപ്പിട്ടു നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ചക്ക കൂട്ടാനാക്കണം അതിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ചക്ക കൂട്ടാനാണ് മക്കളെ. തേങ്ങയും തന്നെ ഞാൻ ഒരു മുറി അരച്ചിട്ടുള്ളൂ കേട്ടോ. ചെറിയ തേങ്ങേനി ഒരു മുറി പിന്നെ ഞാനവിടെ പാത്തച്ചിക്കണം. ഇനി അതൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ ചക്ക കൂട്ടാൻ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ താത്താക്ക് കൂട്ടാൻ വെച്ചിട്ട് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഇതാക്കണേ ഞാൻ താത്താക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ചക്കക്കൂട്ടാൻ തന്നെയാണ് കേട്ടോ. സൂപ്പർ ചക്കക്കൂട്ടാൻ നല്ലോണം ബന്ധം ചെയ്തിക്കണേ. തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉച്ചക്ക് തിന്നിട്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിറ്റേന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണമെന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ കൂടിയാടില്ല. നമുക്ക് വെയ്ക്കണ മാതിരിയൊക്കെ നമ്മൾ വീഡിയോ എടുത്തുക്കണം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തരാണ് കേട്ടോ. അപ്പം ഇനി ഇഷ്ടപ്പെട്ടുക്കണോ ഇല്ലേ എന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട്.